അപ്പോൾ KC ഡൽഹിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നടപടി അയാൾ ക്യാമ്പയിന് പോകാൻ പാടില്ല, നടപടി എടുത്താണെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് പലതും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ വെളിവിടുന്നതാണ്. അപ്പോൾ ഇതൊരു റാക്കറ്റാണെന്ന് സംശയിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഡൽഹി മുതൽ കേരളം വരെ കോൺഗ്രസ് നേതാക്കളെ വ്യാപിച്ച് കിടക്കാൻ്റെ അർത്ഥം. KC വേണുഗോപാലിന് നേരത്തെ തന്നെ ഒരു പരാതിയുണ്ട്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയായിരുന്നപ്പോൾ അവിടെ ചില സ്ത്രീകൾക്ക് ഇയാൾ സീറ്റ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം അന്നേ വന്നിരുന്നു. പണ്ട് സോളാർ കേസിലുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് പുത്തിരിയല്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ പറഞ്ഞതുപോലെ ഇതിൽ അത് ഒരുപക്ഷെ മറ്റു ചില താല്പര്യങ്ങൾ കൊണ്ടുവരുന്നവരെ, പക്ഷേ ഇതുപോലുള്ള ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകുകയും പിന്നെ കുഞ്ഞ് വേണമെന്ന് പറയുകയും അങ്ങനെ കുഞ്ഞിനുണ്ടാക്കുകയും പിന്നെ ഗർഭാലസിപ്പിക്കാൻ വേണ്ടി ഗുളി കൊടുക്കുകയും അത് കഴിക്കാത്തതിന് തല്ലുകയും ഗർഭിണിയായിരിക്കാൻ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്ന ഹീനമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതുപോലുള്ള യുവ നേതാക്കൾ എങ്ങനെ അതപ്പതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തർക്കമൊന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.